ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇൻഡ് എസിൻ്റെയും അതേപോലെ IAS ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന ലിസ്റ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ടേബിളാണ് അയച്ചു തന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ലിസ്റ്റ് ഓഫ് IAS ആൻഡ് ഇൻഡ് എസ്, അതായത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇപ്പോൾ അത് അറിയപ്പെടുന്നത് IFRS എന്നാണ്. ഓക്കെ, അന്താരാഷ്ട്ര അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഇപ്പോഴത്തെ പേര് IFRS എന്നാണ്. അതിന് മുൻപത്തെ പേര് അത് IAS എന്നായിരുന്നു. അപ്പോൾ അതും അതേപോലെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അതായത് ഇൻഡ് എസും ഉള്ള കോമൺ ആയിട്ട് വരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കണ വളരെ ഉപകാരമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തേത് ഇൻഡ് എസ് അല്ലെങ്കിൽ ഇൻഡ് എസ് 1 അല്ലെങ്കിൽ IAS 1 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നാണ് ആദ്യത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പോഴും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് മാറ്റമില്ല. ഓക്കെ, അപ്പോൾ അത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പണ്ടത്തെ, അതായത് ഈ പണ്ടത്തെ അതേ രീതി തന്നെയാണ് ഇപ്പോഴും കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് IFRS കൺവേർജ് ചെയ്തിട്ടില്ല ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ IAS അതിന് മാറ്റമുണ്ട്. ഇത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മുമ്പത്തെ ഉള്ളതാണ്. അതിപ്പോൾ IFRS മാറ്റിയത് കൊണ്ട് അതിന് മാറ്റമുണ്ട്. അപ്പോൾ അതും ഇതും തമ്മിൽ ഒരു എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു എന്താണ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ IFRS ആയിട്ട് അത്രയ്ക്ക് വരുന്നില്ല. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് IAS 2 ആൻഡ് ഇൻഡ് എസ് 2. അപ്പോൾ IAS 2 അല്ലെങ്കിൽ ഇൻഡ് എസ് 2 പറഞ്ഞിരിക്കുന്നത് ഇൻവെൻട്രീസിനെ കുറിച്ചിട്ടാണ്. വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ് ആണ്, സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ആണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കണം സ്റ്റോക്ക് വാല്യൂ ചെയ്യേണ്ടതെന്ന് അനുശാസിക്കുന്നത് ഇൻഡ് എസ് 2 ആണ്. അത് പണ്ട് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IAS ഉള്ള കാലത്തും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 എങ്ങനെയാണ് ഇൻവെൻട്രി വാല്യൂ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, IAS 7 അതേപോലെ ഇൻഡ് എസ് 7. അപ്പോൾ അതിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ ആയിരിക്കണമെന്നാണ് IAS 7 അല്ലെങ്കിൽ ഇൻഡ് എസ് 7 പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ അതെങ്ങനെ ആയിരിക്കണമെന്നാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7, അത് മുൻപുള്ള ഉണ്ടായിരുന്ന IAS 7 സെയിം എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് പറയുന്നത് IAS 8 ആണ്. അതേപോലെ ഇൻഡ് എസ് 8 ഇതിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് പോളിസീസ്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് എറേഴ്സ്. അപ്പോൾ അക്കൗണ്ടിങ് പോളിസിയിൽ മാറ്റങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ അതിൽ എറേഴ്സ് വരുമ്പോഴോ, അക്കൗണ്ടിങ്ങിൽ നയത്തിൽ അതൊരു ഒരു കമ്പനി അതിൻ്റെ അക്കൗണ്ടിങ് നയങ്ങൾ മാറ്റുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എറർ സംഭവിക്കുകയാണെങ്കിലോ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇൻഡ് എസ് 8 ആണ്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ 8 അതിനെക്കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ് IAS 10 അതേപോലെ ഇൻഡ് എസ് 10. അപ്പോൾ IAS 10 ഇൻഡ് എസ് 10 പറയുന്നത് ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡാണ്. അതായത് എല്ലാ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തയ്യാറാക്കിയത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷവും പിന്നെ എന്തെങ്കിലും ഇവൻറ്റ് നടക്കുകയാണെങ്കിൽ, ഒരു മോണിറ്ററി ഇവൻറ്റ് നടക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ റിപ്പോർട്ടും നമ്മളെല്ലാ അക്കൗണ്ടിങ് റിപ്പോർട്ടും തയ്യാറാക്കി കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ് എന്തെങ്കിലും ഒരു മോണിറ്ററി ഇവൻറ്റ് നടക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് IAS 10 അതേപോലെ ഇൻഡ് എസ് 10 ഓക്കെ, ഇനി ആറാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, IAS 11 ഇൻഡ് എസ് 11 എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടാണ്. അതായത് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ എടുക്കുന്ന സ്ഥാപനങ്ങൾ, കമ്പനികളൊക്കെ ഒരു പ്രത്യേക രീതിയിലായിരിക്കണം അക്കൗണ്ടിങ് തയ്യാറാക്കേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഉള്ളിൽ കൺസ്ട്രക്ഷൻ ഒന്നും കംപ്ലീറ്റ് ആകില്ല. വർക്ക് ഇൻ പ്രോഗ്രസ് ഒരു വർഷത്തിലും കൂടുതലൊക്കെ ആയിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേക രീതിയിലായിരിക്കും അക്കൗണ്ടിങ് തയ്യാറാക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് അത് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡ് എസ് 11 ആണ്. IAS 11 ഇൻഡ് എസ് 11. അപ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇൻഡ് എസ് 11 എന്നുള്ളതാണ്. കാരണം ഇൻഡ് എസ് 11 ഇപ്പോഴും നിലവിലുള്ളതാണ്. IAS 11 ഇപ്പോൾ നിലവിലില്ല, അത് IFRSലേക്ക് കൺവേർജ് അല്ലെങ്കിൽ മാറ്റപ്പെട്ട് കഴിഞ്ഞതാണ്. പക്ഷേ ഇൻഡ് എസ് 11 ഇപ്പോഴും നിലവിലുണ്ട്. അത് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി IAS 12 ഇൻഡ് എസ് 12 എന്നതിനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻകം ടാക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു നമ്മുടെ ഇപ്പോൾ എടുക്കുന്ന പേപ്പറിൽ തന്നെ ഇൻകം ടാക്സ് വാല്യുവേഷൻ ഇൻഡ് ഉണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ പോയിന്റ് IAS 16 ഇൻഡ് എസ് 16 എന്നതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഈ ലോങ് ടേം അസറ്റ്സിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ്. അതായത്
മാനുഫാക്ചറിങ് യൂണിറ്റ്സിൻ്റെ ഒക്കെ വാല്യുവേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അസറ്റ്സിൻ്റെ ലോങ് ടേം അസറ്റ്സിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ IAS 16 പറയുന്നത്. ഇനി 9ാമത്തെ പോയിന്റ് IAS 17 IAS 17 പറയുന്നത് ലീസിനെ കുറിച്ചിട്ടാണ്. പാട്ടത്തിന് സ്ഥലം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസറ്റ് അത് ലീസിനാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് IAS 17 10ാമത്തെ പോയിന്റ് പറയുന്നത് IAS 18 IAS 18 പറയുന്നത് റവന്യൂവിനെ കുറിച്ചിട്ടാണ്. വരുമാനത്തെ എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നാണ് IAS 18 പറയുന്നത്. ഇനി IAS 19 പറയുന്നത് എംപ്ലോയി ബെനിഫിറ്റ് വെച്ചാൽ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, ബോണസ്, കമ്മീഷൻ ഇതൊക്കെ എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് അനുശാസിക്കുന്നത് IAS 19 ഓക്കെ. അത് കഴിഞ്ഞ് 12ാമത്തെ പോയിന്റ് IAS 20 IAS 20 പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ഗവൺമെൻറ് ഗ്രാൻഡ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ഗവൺമെൻറ് അസിസ്റ്റൻസ്. അതായത് ഗവൺമെൻറ് ഗ്രാൻഡ് തന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് സബ്സിഡിയൊക്കെ കൊടുക്കുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്. പ്രത്യേകിച്ച് ട്രൈബൽ ഏരിയാസ് അങ്ങനത്തെ ബാക്ക്വേർഡ് ഏരിയാസിലൊക്കെ ബിസിനസ് നടത്തുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സബ്സിഡികൾ കിട്ടുന്നുണ്ട്. പിന്നെ എക്സ്പോർട്ടിങ് യൂണിറ്റ്സിനൊക്കെ ഒരുപാട് സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ പ്രത്യേകമായിട്ടും നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം. എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് പറയുന്നത് IAS 20 IAS 20 ഓക്കെ. പ്രത്യേകമായിട്ടും ഇപ്പോൾ നോക്കേണ്ടത് IAS 20 ഓക്കെ. ഇനി 13ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. IAS 21 എന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ IAS 21 പറയുന്നത് ദി എഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് IAS 21 പറയുന്നത്. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റങ്ങൾ വരുമ്പോൾ എന്തായാലും ഒരുപാട് വ്യതിയാനങ്ങൾ വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഡോളറിൻ്റെ മൂല്യം ഇടിയുന്ന നേരത്ത് പൈസേൻ്റെ മൂല്യം കൂടുക ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല മാറ്റങ്ങൾ വരും. അത് ഇൻ്റർനാഷണൽ ബിസിനസ്സിലും വരും, ലോക്കൽ ബിസിനസ്സിലും വരും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് IAS 21 ഓക്കെ. അത് കഴിഞ്ഞിട്ട് IAS 23 IAS 23 അത് ബോറോയിങ് കോസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രത്യേകമായിട്ട് നമ്മൾ ലോണൊക്കെ എടുക്കുന്ന നേരത്തെ ഇൻട്രസ്റ്റ് ഒക്കെ ഒരു ബോറോയിങ് കോസ്റ്റ് ആണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നത് IAS 23 15ാമത്തെ പോയിന്റ് പറയുന്നത് IAS 24 IAS 24 റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷേഴ്സ്. റിലേറ്റഡ് പാർട്ടീസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൻ്റെ അതിൻ്റെ ഡിസ്ക്ലോഷർ എങ്ങനെയായിരിക്കണമെന്ന് ഓക്കെ. അത് പറയുന്നത് 24 27 പറയുന്നത് സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് IAS 24 ഓക്കെ. അപ്പോൾ ഈ ഒരു ടേബിൾ ബൈ ഹാർട്ട് ആക്കേണ്ട ടേബിളാണ്. ഇത് ബൈ ഹാർട്ട് ആക്കി കഴിഞ്ഞാൽ വളരെ ഉപകാരപ്പെട്ടൊരു ടേബിളാണിത്. കാര്യം നമുക്ക് ഈ ഒരു സെമസ്റ്ററിൽ മാത്രമല്ല, ഭാവിയിൽ നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പ്രത്യേകമായിട്ട് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് പഠിക്കുമ്പോഴൊക്കെ വളരെ ഉപകാരമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊരു ടേബിളും കൂടി നമുക്ക് വരുന്നുണ്ട്. അതിപ്പോൾ നിലവിൽ IFRSും IASും തമ്മിലുള്ള കോമൺ ആയിട്ട് വരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ടുള്ളത് ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നതാണ്. ഈ 2 ടേബിളും എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഇതിന് താഴെ ഒരു PDF കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെക്കുക ഓക്കെ. ഓക്കെ. ഇനി അടുത്തത് ലിസ്റ്റ് ഓഫ് IFRS ആൻഡ് IAS ആണ്. IFRSൻ്റെ IASൻ്റെ ലിസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നതാണ് ഓക്കെ. അപ്പോൾ അതിൽ ആദ്യത്തേത് IFRS 1 അപ്പോൾ അത് IAS 101 അപ്പോൾ ഈ IFRSും IASും തമ്മിൽ കോമൺ ആയിട്ട് വരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ലിസ്റ്റാണ്. അപ്പോൾ ഈ IFRS 1 അതേപോലെ IAS 101 പറയുന്നത് ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് IFRS ആണ്. ആദ്യമായിട്ട് ഈ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള ഈ IFRSന് ആദ്യമായിട്ട് ഒരു രാജ്യത്തേക്ക് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് IFRS 1 അതേപോലെ IAS 101 പറയുന്നത് ഓക്കെ. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് IFRS 2 അത് IAS 102 അത് ഷെയർ ബേസ്ഡ് പേയ്മെൻ്റ് ആണ്. ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന പേയ്മെൻറ്റുകൾ, ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇക്വിറ്റി ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന പേയ്മെൻറ്റുകളാണ് IFRS 2 അല്ലെങ്കിൽ IAS 102 പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് IFRS 3 IAS 3 പറയുന്നത് ബിസിനസ് കോമ്പിനേഷനാണ്. അതായത് ബിസിനസ് കൺസോൾട്ടേഷൻസ് എന്ന് പറയും. അതായത് മെർജർ, ആക്വിസിഷൻ, ഈ വക കാര്യങ്ങൾ. അതായത് 2 സ്ഥാപനങ്ങൾ തമ്മിൽ കൂടി ചേരുന്ന നേരത്തെ എന്തൊക്കെ അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് IFRS 3 അതേപോലെ IAS 103 പറയുന്നത് ഓക്കെ.
ഇനി IFRS 4 പറയുന്നത് ഇൻഷുറൻസ് കോൺട്രാക്റ്റുകളെ കുറിച്ചിട്ടാണ്. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺട്രാക്റ്റ് അതുമായിട്ട് അനുബന്ധമായി വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചിട്ടാണ് IFRS 4 അല്ലെങ്കിൽ ഇൻഡ് AS 104 പറയുന്നത്. ഇനി IFRS 5 ഇൻഡ് AS 105 പറയുന്നത് നോൺ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. IFRS 5 ഇൻഡ് AS 105 പറയുന്നത് നോൺ കറൻറ്റ് അസറ്റുകളെ കുറിച്ചിട്ടാണ്. അത് വിൽക്കാൻ വെച്ചിരിക്കുന്ന നോൺ കറൻറ്റ് അസറ്റ്, ലോങ് ടേം അസറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഹെൽഡ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ, ഒഴിവാക്കാനായിട്ട് വെച്ചിരിക്കുന്ന നോൺ കറൻറ്റ് അസറ്റ്സ് എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നാണ് IFRS 5 അതേപോലെ ഇൻഡ് AS 105 പറയുന്നത്. ഇനി ആറാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. IFRS 6 ഇൻഡ് AS 106 പറയുന്നത് എക്സ്പ്ലോറേഷൻ ഫോർ ആൻഡ് ഇവാലുവേഷൻ ഓഫ് മിനറൽ റിസർവ്സ്. അതായത് ഈ മിനറൽസ് അത് എന്താണ് ഖനികളിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് ഈ മിനറൽസ് എന്ന് വെച്ചാൽ ധാതുക്കൾ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് ആണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അത് IFRS 6 ഇൻഡ് AS 106 പറയുന്നത്. പിന്നെ 6 കഴിഞ്ഞു. 7ാമത്തെ പോയിന്റ് പറയുന്നത് IFRS 7 അതേപോലെ ഇൻഡ് AS 107 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഡിസ്ക്ലോഷേഴ്സിനെ കുറിച്ചിട്ടാണ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചെക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഈ പറയുന്ന ബോണ്ട്, ഡിബഞ്ചറൊക്കെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിസ്ക്ലോഷേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കൃത്യമായിട്ടൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണമെന്നുള്ള അനുശാസിക്കുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് IFRS 7 ഇൻഡ് AS 107. പിന്നെ IFRS 8 പിന്നെ ഇൻഡ് AS 108 പറയുന്നത് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് IFRS 8 പറയുന്നത്. പിന്നെ IFRS 9 പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. IFRS 9 അതേപോലെ ഇൻഡ് AS 109 പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. നേരത്തെ ഡിസ്ക്ലോഷേഴ്സ് ആയിരുന്നു, ഇവിടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി 10ാമത്തെ പോയിന്റ് IFRS 10 ഇൻഡ് AS 110 പറയുന്നത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ബിസിനസ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ട് സ്ഥാപനങ്ങൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളും കൺസോളിഡേറ്റഡ് ആവും, രണ്ടും കൂടി ഒന്നായിട്ട് തീരും. അപ്പോൾ അത് ഒരുപാട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ നടത്തേണ്ട സമയമാണ് ആ സമയത്തൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ IFRS 10 പറയുന്നത്. ഓക്കെ, പിന്നെ IFRS 11 ഇൻഡ് AS 111 പറയുന്നത് ജോയിൻ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. യോജിച്ചുള്ള ചില പ്രവർത്തനങ്ങൾ, ജോയിൻ്റ് അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളാണ് IFRS 11 പറയുന്നത് അല്ലെങ്കിൽ ഇൻഡ് AS 111 പറയുന്നത്. ഓക്കെ, ഇനി 12ാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. IFRS 12 ഇൻഡ് AS 112 പറയുന്നത് ഡിസ്ക്ലോഷേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ എൻറ്റിറ്റീസ്. മറ്റ് സ്ഥാപനങ്ങളിലെ എന്തെങ്കിലും താല്പര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിക്ഷേപങ്ങൾ ഒരു സ്ഥാപനത്തിനുണ്ടെങ്കിൽ അത് കൃത്യമായി ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് IFRS 12 അല്ലെങ്കിൽ ഇൻഡ് AS 112. ഇനി 13ാമത്തെ പോയിന്റ് IFRS 13 അല്ലെങ്കിൽ ഇൻഡ് AS 113 പറഞ്ഞത് ഫെയർ വാല്യൂ മെഷർമെൻ്റ് ആണ്. അതായത് അസറ്റിൻ്റെയൊക്കെ ഫെയർ വാല്യൂ, ന്യായവില മെഷർ ചെയ്യേണ്ട ഇതിനെക്കുറിച്ചിട്ടാണ് IFRS 13 അല്ലെങ്കിൽ ഇൻഡ് AS 113 പറയുന്നത്. പിന്നെ IFRS 14 അല്ലെങ്കിൽ ഇൻഡ് AS 114 പറഞ്ഞത് റെഗുലേറ്ററി ഡിഫറൽ അക്കൗണ്ട് ആണ്. അതായത് ഒരു പ്രത്യേക അക്കൗണ്ടാണ് ഈ റെഗുലേറ്ററി ഡിഫറൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ട, ലിസ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായി നോക്കി വെച്ചാൽ മതി. പിന്നെ IFRS 15 ഇൻഡ് AS 115 പറഞ്ഞത് റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സുമായിട്ടുള്ള എന്തെങ്കിലും കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകളൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് IFRS 15 അല്ലെങ്കിൽ ഇൻഡ് AS 115 പറയുന്നത്. പിന്നെ ലീസ് ഇവിടെ IFRS വരുന്നത് IFRS 16 അത് ഇൻഡ് AS 116 ഇപ്പോൾ ലീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ലിസ്റ്റാണ് IFRSലും ഇൻഡ് ASലും ഉള്ളത്. അതേപോലെ നമ്മൾ നേരത്തെ IASലും ഇൻഡ് ASൻ്റെ ലിസ്റ്റ് കണ്ടു. അപ്പോൾ ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 എണ്ണെങ്കിലും നമുക്ക് ബൈ ഹാർട്ടായിട്ട് വേണം. ഓക്കെ, ചിലപ്പോൾ IAS ആയിരിക്കും ചോദിക്കുക, പക്ഷേ കോമൺ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്നത് IFRS ആണ്. അപ്പോൾ ഇതാണ് കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത്. IFRSൻ്റെ ആണ് കൂടുതലായിട്ട് ലിസ്റ്റ് നോക്കേണ്ടതായിട്ടുള്ളത്. IAS ഇപ്പോൾ നിലവിലില്ല, ചിലപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എക്സാമിനേഷന്. അപ്പോൾ അതൊന്ന് മിനിമം ഒരു 10 എണ്ണം 2 വെച്ചിട്ട് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടത് നോട്ടിലേക്ക് നിങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ IFRS ആൻഡ് ഇൻഡ് AS. IFRSും ഇൻഡ് ASും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, മാർക്ക് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്.
അപ്പോൾ ഇത് നിങ്ങൾ ആപ്പിൽ നോക്കണ്ട, ആപ്പിൽ ഇത്രയും ഉണ്ടാവില്ല, കണ്ടൻറ്റ് ഇത്രയും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള നോട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് പോയിന്റ്, IFRSും ഇൻഡേഴ്സും തമ്മിലുള്ള ഫസ്റ്റ് പോയിന്റ്, ഡിഫറൻസിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ IFRS is based on fair value concept but Indian accounting standard is based on historical cost. അപ്പോൾ IFRS എപ്പോഴും, അതായത് നമ്മളൊരു അസറ്റിൻ്റെ വാല്യൂ കാണുമ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വാങ്ങിയ വില, ഏത് കാലത്താണോ വാങ്ങിയത് ആ വിലയുടെ അടിസ്ഥാനത്തിലാണ് ഇൻഡേഴ്സ് അതിന് എന്താണ് നമ്മളെ ആ ഒരു അടിസ്ഥാനത്തിലാണ് ബാലൻസ് ഷീറ്റിൽ അതിൻ്റെ വാല്യൂ എഴുതി വെക്കുക. ഓക്കെ, അതായത് ഒരു 10 ലക്ഷത്തിൻ്റെ കാറ് ഒരു 10 വർഷം മുമ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 10 ലക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെ എഴുതി വെക്കുക അക്കൗണ്ടിങ്ങിൽ അതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ. പക്ഷേ IFRSൽ അതിൻ്റെ ന്യായവില, അപ്പോഴത്തെ നിലവിലുള്ള ന്യായവിലയാണ് IFRSൽ നോക്കുക. ഇതിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് നോക്കുക, അതായത് വാങ്ങിയ വില ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. എന്തിൽ ഇൻഡേഴ്സിൽ, IFRSൽ എന്താണ് ന്യായവില അല്ലെങ്കിൽ ഫെയർ വാല്യൂ ആണ് നോക്കുക. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ IFRS ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡിഫർ ഇൻ ഫോം ആൻഡ് സബ്സ്റ്റൻസ്. അതിൻ്റെ ഫോർമാറ്റിലും പിന്നെ അതിൻ്റെ കണ്ടൻറ്റിലും എന്താണ് ഡിഫറൻസ് ഉണ്ട് IFRSലും ഇൻഡേഴ്സിലും. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, അണ്ടർ IFRS past errors are incorporated in the account but these are treated as adjustments in current year under Indian accounting standard. അതായത് കഴിഞ്ഞ അക്കൗണ്ടിങ് പീരീഡിലൊക്കെ പല എറേഴ്സ് വരും, അതിനാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എഴുതുന്നത് അക്കൗണ്ടിങ്ങിൽ. പക്ഷേ അത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിലാണ് അതിന് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് എഴുതുക. IFRSൽ അതിനെന്താണ് അക്കൗണ്ട് ആയിട്ട് തന്നെ വീണ്ടും നമ്മളത് എഴുതി ചേർക്കും, എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതി ചേർക്കും. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി ചേർക്കും, IFRSൽ അതിനെ എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതി ചേർക്കും. അതാണ് മൂന്നാമതായിട്ട് പറഞ്ഞത്, എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. നാലാമതായിട്ട് പറയുന്നത് ഡിപ്രിസിയേഷൻ ഓൺ റീവാല്യൂഡ് അസറ്റ് നീഡ് ടു ബി റൂട്ടഡ് ത്രൂ സം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ IFRS ബട്ട് ഇൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡിസലൗ സച്ച് എ ട്രീറ്റ്മെൻറ്റ്. അതായത് ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ IFRSൽ എന്താണ് അത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് കാണിക്കുക, പക്ഷേ അതൊരിക്കലും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പെർമിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ അഞ്ചാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, certain ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓഫർ അക്കൗണ്ടിങ് പോളിസി ചോയ്സസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ അണ്ടർ IFRS. അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ചില അക്കൗണ്ടിങ് ചോയ്സസ് ഉണ്ട്, ചില അക്കൗണ്ടിങ് നമുക്ക് എന്താണ് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇപ്പോൾ ഡിപ്രിസിയേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ പറ്റുമായിരുന്നു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ, പക്ഷേ IFRS ഒരിക്കലും അത് പെർമിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ആറാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡിഫൈൻ. ഇനി ആറാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡിഫൈൻ അസറ്റ്സ് ബൈ ക്ലാസസ് വിച്ച് ക്യാൻ ബി ഡിപ്രിസിയേറ്റഡ് അറ്റ് given rates whereas IFRS promote the concept of components of fixed assets based on their usefulness. അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇപ്പോൾ അതായത് ഓരോ അസറ്റിനെ ഓരോ ക്ലാസ് ആക്കി മാറ്റും, ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ. ഇപ്പോൾ ബിൽഡിങ്ങിന് ഒരു പ്രത്യേക ഡിപ്രിസിയേഷൻ റേറ്റ് ആണ് 10% വരും, അപ്പോൾ അതിനൊരു പ്രത്യേക ക്ലാസ് ആയിട്ട് മാറ്റി. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ചിലതിന് 40% വരുന്നുണ്ട്. അപ്പോൾ ഡിപ്രിസിയേഷൻ്റെ റേറ്റിന് അടിസ്ഥാനത്തിൽ ഈ ഫിക്സഡ് അസറ്റിനെ പല ക്ലാസ്സുകളാക്കി മാറ്റിയിട്ടാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഡിപ്രിസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുക. IFRSൽ ചിലപ്പോൾ ഒരു അസറ്റിൻ്റെ ഓരോ കോമ്പോണൻറ്റിനും ചാർജ് ചെയ്യും. ഇപ്പോൾ IFRSൽ പറയുകയാണെങ്കിൽ ഒരു വെഹിക്കിൾ ആണെങ്കിൽ അതിൻ്റെ ടയറിന് സെപ്പറേറ്റ് ഡിപ്രിസിയേഷൻ കൊടുക്കാൻ പറ്റും, അതിന് മറ്റെന്തെങ്കിലും കോമ്പോണൻറ്റിന് ഒരു സെപ്പറേറ്റ് ഡിപ്രിസിയേഷൻ കൊടുക്കാൻ സാധിക്കും. പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ അതിൻ്റെ ഓരോ കോമ്പോണൻറ്റിനും സെപ്പറേറ്റ് ഡിപ്രിസിയേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അസറ്റിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ അത് ഓരോന്നിന് ഓരോ ക്ലാസ്സുകളായിട്ടും IFRSൽ എന്താണ് ഓരോ കോമ്പോണൻറ്റിലും എന്ത് കൊടുക്കാൻ പറ്റും, ഡിപ്രിസിയേഷൻ കൊടുക്കാൻ പറ്റും. ഇതാണ് ആറാമത്തെ പോയിന്റിൽ ഡിഫറൻസ് ബിറ്റ്വീൻ IFRS ആൻഡ് ഇൻഡേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഏഴാമതായിട്ട് ശ്രദ്ധിക്കുക, അണ്ടർ IFRS പ്രയർ പീരീഡ് ഐറ്റംസ് വിൽ ബി ഗിവൺ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇൻ ഓപ്പണിംഗ് ഇക്വിറ്റി വിച്ച് ഇസ് നോട്ട് പെർമിറ്റഡ് ഇൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അതായത് IFRSൽ ഒരു സംഗതിക്ക് എന്തെങ്കിലും പ്രയർ പീരീഡ് എന്തെങ്കിലും ഐറ്റം നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, അതായത് മുൻകാല പ്രാവീണ്യത്തോട് കൂടിയിട്ട് എന്തെങ്കിലും സാധനത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. ഓക്കെ, പക്ഷേ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ അത് സാധിക്കില്ല. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ അക്കൗണ്ടിങ്ങിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഇനി മുന്നോട്ടുള്ളതേ മാറ്റാൻ പറ്റുള്ളൂ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ. മുൻകാല പ്രാബല്യത്തിൽ എന്താണത് മാറ്റാനായിട്ട് സാധിക്കില്ല, പക്ഷേ അത് IFRSൽ സാധിക്കും. ഇനി എട്ടാമത്തെ പോയിന്റ് പറഞ്ഞത് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഷുഡ് ബി റിഫ്ലക്റ്റഡ് ഇൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് ഇവിടെ വരിക, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, വിച്ച് ഇസ് നോട്ട് ഇൻ IFRS. അതായത് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ കാണിക്കാനായിട്ട് സാധിക്കും, പക്ഷേ IFRSൽ അത് കാണിക്കാൻ സാധിക്കില്ല. ഇനി ഒൻപതാമത്തെ പോയിന്റ് അണ്ടർ IFRS. ഇനി ഒൻപതാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, അണ്ടർ IFRS പ്രൊവിഷൻ മെയ്ഡ് ഫോർ ഡിസ്മാൻഡ്ലിംഗ് അസറ്റ് ഓർ ഫോർ സൈറ്റ് ക്ലോസർ ക്യാൻ ബി ക്യാപിറ്റലൈസ്ഡ് വിച്ച് കനോട്ട് ബി ക്യാപിറ്റലൈസ്ഡ് ഇൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അതായത് IFRSൽ ഒരു അസറ്റ് നമുക്ക് പൊളിക്കുന്നത്
ഭാവിയിൽ പൊളിക്കണമെന്നുണ്ടെങ്കിൽ ആ ചിലവ് ഈ അസറ്റിൻ്റെ വാല്യൂയിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതായത് ഞാനിപ്പോൾ ഒരു അസറ്റ് വാങ്ങുന്നുണ്ട്, ഞാനൊരു കമ്പ്യൂട്ടർ വാങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അസറ്റ് എന്ന് വെക്കട്ടെ. അപ്പോൾ ആ അസറ്റ് വാങ്ങാൻ എനിക്ക് വന്ന ചിലവ്, പിന്നെ അതേപോലെ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചിലവ്, അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഞാനതിൻ്റെ വാല്യൂ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. അത്രയും ചിലവ് വന്നിട്ടുണ്ട്, അത് വാങ്ങാൻ വന്ന ചിലവ്, അത് ഇൻസ്റ്റാൾ ചെയ്യാനും വന്ന ചിലവ്. IFRSൽ അതും കൂടി ചേർത്തിട്ട് അത് ഇനി പൊളിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചിലവ് എനിക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി ഇതിൻ്റെ ചിലവായിട്ട് പരിഗണിച്ചിട്ട് എഴുതി വെക്കാൻ സാധിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ അത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ സാധിക്കില്ല. ഇനി ലാസ്റ്റ് പോയിന്റ്, 10ാമത്തെ പോയിന്റ് പറയുന്നത്, അണ്ടർ IFRS EPS ഹാസ് ടു ബി ഡിസ്ക്ലോസ്ഡ് സെപ്പറേറ്റ്ലി ഫോർ കണ്ടിന്യൂയിങ് ആൻഡ് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ വിച്ച് ഇസ് നോട്ട് റിക്വയർഡ് ഇൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. EPS എന്താണെന്ന് വെച്ചാൽ ഏർണിംഗ് പെർ ഷെയർ ആണ്. ഒരു ഷെയറിന് എത്ര വരുമാനം അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച സാധനമാണ് EPS എന്ന് വെച്ചാൽ, ഏർണിംഗ് പെർ ഷെയർ. അത് സെപ്പറേറ്റ് ആയിട്ട് IFRSൽ കാണിക്കും, പക്ഷേ അതങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ കാണിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് IFRSും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അതും കൂടി നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ ഇത് ആപ്പ് നോക്കണ്ട, ഇവിടെ തന്നിരിക്കുന്ന നോട്ട് എടുത്ത് എഴുതി വെച്ചാൽ മതി. ഓക്കെ.